ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. ഞാൻ ടിപ്സ് PSC അക്കാഡമിയുടെ ചരിത്ര അധ്യാപകനാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് ഒരു PSC പരീക്ഷയ്ക്ക് വന്ന കേരള ചരിത്രം സിലബസ് ഭാഗത്തെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടിപ്സ് PSC അക്കാഡമിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സിമ്പിളായ ഒരു ചോദ്യമുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻസ് ഞാൻ വായിക്കട്ടെ, കൂടെ വായിച്ചു വരണേ. AK ഗോപാലൻ, K മാധവൻ നായർ, K കേളപ്പൻ, NV കൃഷ്ണവാര്യർ. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാ ആൻസർ. കേരള ഗാന്ധി എന്ന് വിളിക്കപ്പെട്ട K കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തില് നേതൃത്വം നൽകിയത്. നമുക്ക് വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചു ഒരു ആൻസർ പറഞ്ഞു അങ്ങനെ അങ്ങ് പോവല്ല. നമുക്ക് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പരീക്ഷകൾക്ക് വന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. മക്കളെ, ഗാന്ധിജിയുടെ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്, അല്ലെ? ഗാന്ധിജിയുടെ നിയമ ലംഘന സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഓരോ സ്ഥലത്തും ഓരോ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉപ്പ് കുറുക്കിക്കൊണ്ട് നിയമം ലംഘിച്ചു. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് വെച്ച് C രാജഗോപാലാചാരിക്കൊപ്പം ഉപ്പ് കുറുക്കിയ മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് വെച്ച് C രാജഗോപാലാചാരിക്കൊപ്പം ഉപ്പ് കുറുക്കിയ മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ആണ് ആനന്ദ തീർത്ഥൻ. ആരാ മക്കളെ ആൻസർ? ആനന്ദ തീർത്ഥൻ. അതേ രീതിയിൽ കേരളത്തിൽ ഉപ്പ് കുറുക്കിക്കൊണ്ട് നിയമലംഘനം ആര് നടത്തി? K കേളപ്പൻ. അപ്പൊ സ്വാഭാവികമായിട്ടും കേരള ഗാന്ധി എന്ന് ആര് വിളിക്കപ്പെട്ടു? K കേളപ്പൻ വിളിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ K കേളപ്പന്റെ നേതൃത്വത്തിലെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥ ആരംഭിച്ച വർഷം എന്നാണ് മക്കളെ? 1930 ഏപ്രിൽ 13. ഓക്കെ അല്ലേ? അപ്പൊ 13 ഉണ്ട്, ശരിയല്ലേ? ഇവിടെ 30 ഉണ്ട്, 13 ഉണ്ട്, പരസ്പരം മാറിപ്പോത്തില്ല. അപ്പൊ 30 ഏപ്രിൽ 13 13 അല്ലെ? ഏപ്രിൽ 13 കേളപ്പന്റെ ഉപ്പ് സമരക്കാരുടെ ജാഥ ആരംഭിച്ചു. എവിടെ നിന്ന്? ഓർത്തു വെച്ചോണം, കോഴിക്കോട് നിന്നുമാണ് K കേളപ്പന്റെ ഉപ്പ് സത്യാഗ്രഹ ജാഥ 930 ഏപ്രിൽ 13 ആരംഭിച്ചത്. ഏകദേശം ഏപ്രിൽ 21 ആയപ്പോഴേക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്തു കടവ്, എവിടെ മക്കളെ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ ആ മാർച്ച് എത്തുകയും ഒടുവിൽ ഏപ്രിൽ മാസം 23 930 ഏപ്രിൽ മാസം 23 ഉപ്പ് കുറുക്കിക്കൊണ്ട് K കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹം നയിക്കുകയും ചെയ്തു. ഓർക്കുമല്ലോ? അപ്പൊ 930 ഏപ്രിൽ 13 യാത്ര ആരംഭിച്ച് ഏപ്രിൽ 23 ഉപ്പ് കുറുക്കി ആര്? K കേളപ്പൻ. ആ K കേളപ്പന്റെ ഉപ്പ് സമരത്തിൽ ആകെ എത്ര പേർ പങ്കെടുത്തു മക്കളെ? ഓർത്തോണേ, 32 പേർ പങ്കെടുത്തു. ആ ഉപ്പ് സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ മാർച്ച് നയിച്ചു K കേളപ്പൻ. അങ്ങനെയാണെങ്കിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉപ്പ് സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ ജാഥ നയിച്ചു TR കൃഷ്ണസ്വാമി അയ്യർ. മറക്കല്ല്, പാലക്കാട് മുതൽ പയ്യന്നൂർ വരെ മാർച്ച് നയിച്ചു TR കൃഷ്ണസ്വാമി അയ്യർ. അങ്ങനെയാണെങ്കിൽ കൂടെ പഠിക്കണം, ഉപ്പ് സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് ബേപ്പൂർ മുതൽ പയ്യന്നൂർ വരെ ജാഥ നയിച്ചു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അല്ലെങ്കിൽ അബ്ദുൾ റഹ്മാൻ സാഹിബ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേളപ്പൻ അറസ്റ്റ് വരിച്ച ശേഷം സമരം ആര് നയിച്ചു? ആൻസർ ഓർക്കാം, പറയാം. ആൻസർ എന്തായിരുന്നു? മൊയ്യാരത്ത് ശങ്കരൻ. അങ്ങനെയാണെങ്കിൽ ഉപ്പ് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനമായിരുന്നു ഏത്? വരിക വരിക സഹചരേ, അല്ലെ? ആ ഗാനം എഴുതിയത് അംശി നാരായണ പിള്ള. പേരെന്ന മക്കളെ? അംശി നാരായണ പിള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഉപ്പ് സമരവുമായി ബന്ധപ്പെട്ട് K കേളപ്പനൊപ്പം പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂറുകാരൻ ആരാണ്? ഓർക്കുക, ആൻസർ P കൃഷ്ണപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി
കേരളത്തിൽ സ്ഥാപിച്ച പി കൃഷ്ണപിള്ള, സഖാവ് എന്ന് വിളിപ്പേരുള്ള പി കൃഷ്ണപിള്ള, ഗുരുവായൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മണി മുഴക്കിയ പി കൃഷ്ണപിള്ളയായിരുന്നു ഉപ്പ് സമരത്തിൽ കേളപ്പനൊപ്പം പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂറുകാരൻ. അങ്ങനെയാണെങ്കിൽ ഒരു 10th ലെവലിന്റെ പ്രീവിയസ് ആയിരുന്നു. ഉപ്പ് സമരവുമായി ബന്ധപ്പെട്ട് കേളപ്പനൊപ്പം AKG 1930 അറസ്റ്റിലായി. ഉത്തരം ശരിയാണോ? പ്രസ്താവന ശരിയാണോ? പ്രസ്താവന പൂർണ്ണമായും ശരിയാണ്. അപ്പൊ ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് AKGയും അറസ്റ്റ് വരച്ചിട്ടുണ്ട്. 1930 പങ്കെടുത്ത പ്രധാനപ്പെട്ട ട്രാവൻകൂറുകാരന്റെ പേര് പി കൃഷ്ണപിള്ള. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആര് സ്ഥാപിച്ചു കേരളത്തിൽ? അത് പി കൃഷ്ണപിള്ളയാണ്. ഉപ്പ് സമരക്കാരുടെ ഗാനം ഏതാ മക്കളെ? അത് വരിക വരിക സഹചരെ സഹന സമര സമയമായി, അല്ലെ? അങ്ങനെയാണെങ്കിൽ കേളപ്പന്റെ ഉപ്പ് സമരത്തിന്റെ മാർച്ച് എപ്പോ ആരംഭിച്ചു? 1930 ഏപ്രിൽ മാസം 13. എപ്പോൾ ഉപ്പ് കുറുക്കിക്കൊണ്ട് നിയമം ലംഘിച്ചു? അത് ഏപ്രിൽ 23. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ഒടുവിൽ 43 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ മരണപ്പെടുകയും ചെയ്ത വ്യക്തി ആരാണ്? അത് പി കുഞ്ഞിരാമൻ അടിയോടിയാണ്. മറക്കരുത്, ഗാന്ധിജിയുടെ നിയമലംഘന സമരവുമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിയാവുകയും ബെല്ലാരി ജയിലിൽ വെച്ച് 43 ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണപ്പെടുകയും ചെയ്ത വ്യക്തി ആരാ മക്കളെ? അത് പി കുഞ്ഞിരാമൻ അടിയോടി. എന്താ മക്കളെ ആൻസർ? പി കുഞ്ഞിരാമൻ അടിയോടി. അങ്ങനെയാണെങ്കിൽ ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിക്കൊപ്പം എത്ര മലയാളികൾ പങ്കെടുത്തു? അല്ലെ, എത്ര മലയാളികൾ പങ്കെടുത്തു? ഗാന്ധിജിക്കൊപ്പം ആകെ പങ്കെടുത്ത മലയാളികൾ അത് 5 പേരാണ്. ഞാൻ ആ പേര് പറയട്ടെ, കൂടെ പറയണം. കൃഷ്ണൻ നായർ, ശങ്കർജി, രാഘവ പൊതുവാൾ, ടൈറ്റസ്, ഒടുവിലായിട്ട് തപൻ നായർ. എന്താ മക്കളെ പറഞ്ഞ പേര്? തപൻ നായർ. കിട്ടിയോ? പറഞ്ഞേ. കൃഷ്ണൻ നായർ, ശങ്കർജി, രാഘവ പൊതുവാൾ, ടൈറ്റസ്, തപൻ നായർ. നമ്മൾ ആദ്യം പറഞ്ഞ 4 പേര് കേരളത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഗാന്ധിജിക്ക് ഒപ്പം പങ്കെടുത്തു. 5ാമൻ മലയാളിയായ തപൻ നായർ മദ്രാസ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്തു. ഓക്കെ അല്ലേ? അപ്പൊ ആകെ പോയ മലയാളികൾ 5 പേരാണ്. കേരളക്കാർക്ക് വേണ്ടി പോയവർ 4 പേര്. മദ്രാസിന് വേണ്ടി പോയ ഒരു മലയാളി ആയിരുന്നു ആര്? തപൻ നായർ. ഓക്കെ അല്ലേ? തിരിച്ചു വരട്ടെ. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണം. ആ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാ മക്കളെ? നമുക്കറിയാം, ഉളിയത്ത് കടവ്, കണ്ണൂർ ജില്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചേ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം ആര് കൊടുത്തു? ആരാ മക്കളെ ആൻസർ? കേളപ്പൻ. ഉപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് AK ഗോപാലൻ അറസ്റ്റ് വരിച്ചോ? അറസ്റ്റ് വരിച്ചു. 1930. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കപ്പെട്ട AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ. ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ആരാ മക്കളെ ആൻസർ? AK ഗോപാലൻ. ആയില്യത്ത് കുട്ടിയേരി ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. പട്ടിണി ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ്. കൂടെ പഠിക്കാൻ പറ്റും. ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഒടുവിലായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഓക്കെ അല്ലേ? തിരിച്ചു വരാമല്ലോ. ഈ പേര് വായിച്ചേ. കെ മാധവൻ നായർ. അപ്പൊ ആരാണ് ഈ കെ മാധവൻ നായർ? മക്കളെ ഓർത്തു വെച്ചോണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. 1920 ഡിസംബർ മാസം INCയുടെ വാർഷിക സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. സ്ഥലം മഹാരാഷ്ട്രയിലെ നാഗ്പൂർ. അധ്യക്ഷൻ വിജയരാഘവ ആചാര്യ. ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത മലയാളിയായിരുന്നു കെ മാധവൻ നായർ. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം. ഒരു ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ പല കോൺഗ്രസ്സുകാരല്ലേ? എക്സാമ്പിൾ, കേരളത്തിൽ ഭാഷ മലയാളമല്ലേ? അവിടെ 3 കോൺഗ്രസ്സുകാരില്ലേ? ട്രാവൻകൂർ കോൺഗ്രസ് വേറെ, കൊച്ചി കോൺഗ്രസ് വേറെ, മലബാർ ജില്ലാ കോൺഗ്രസ് വേറെ. എല്ലാവരും കോൺഗ്രസ്സുകാര്, എല്ലാവരുടെയും ഭാഷ മലയാളം. എന്നാൽ പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ ഒറ്റ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചാൽ പോരെ?
എന്നാൽ പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ ഒറ്റ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചാൽ പോരെ? ഇപ്പൊ എന്താ വാക്ക്? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന പ്രമേയം ആരവതരിപ്പിച്ചു? കെ മാധവൻ നായർ. എവിടെ? 1920 INC-യുടെ നാഗ്പൂർ കമ്മിറ്റിയിൽ. അവിടെ പ്രമേയം പാസ്സായി. അവിടെ പ്രമേയം പാസ്സായതിന്റെ ഫലമായിട്ട് നമ്മുടെ കെ മാധവൻ നായർ ട്രാവൻകൂർ കോൺഗ്രസിനെയും കൊച്ചി കോൺഗ്രസിനെയും മലബാർ ജില്ലാ കോൺഗ്രസിനെയും ലയിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കോൺഗ്രസ് ആക്കി മാറ്റി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന KPCC. ആ KPCC-യുടെ ആദ്യത്തെ സെക്രട്ടറിയും ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നു ആര്? കെ മാധവൻ നായർ. ഓക്കെ അല്ലേ? ഈ പേര് വായിച്ചേ. NV കൃഷ്ണ വാര്യർ. നമ്മുടെ കേരളത്തിന്റെ ഐക്യ കേരള പ്രതിജ്ഞയാണ്. മൂന്നായി കിടക്കും ഈ കേരളം ഒന്നാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാം. ശരിയല്ലേ? മൂന്നായി കിടക്കും ഈ കേരളം ഒന്നാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന ഐക്യ കേരള പ്രതിജ്ഞ ആരെഴുതി? അത് NV കൃഷ്ണ വാര്യർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ഉപ്പ് സമരം ആര് നയിച്ചു കേരളത്തിൽ? നമ്മൾ ആ ഭാഗം മൊത്തം പറഞ്ഞു, പ്ലസ് 3 ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ഭാഗവും പറഞ്ഞു. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.